എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ, ദാറ്റ് ഈസ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, MCQs, multiple choice questions and explanation. And here goes the first one. Teaching and learning is a journey from. Options are concrete to abstract, simple to complex, known to unknown, all the above. And the answer is all the above. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് മാക്സിംസ് ആണ്. നേരത്തെ വായിച്ച മൂന്ന് ഓപ്ഷൻസും മാക്സിംസ് ആണ്. എന്താണ് മാക്സിം? മാക്സിംസ് മീൻ എ സേയിങ് ദാറ്റ് എക്സ്പ്രസസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. പുറത്ത് വയ്ക്കുക. മാക്സിംസ് എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമ്മൾ കുറേ അധികം മാക്സിംസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 3 മാക്സിംസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ ടു കോംപ്ലക്സ്, നോൺ ടു അൺനോൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, അനാലിസിസ് ടു സിന്തസിസ്, പർട്ടിക്കുലർ ടു ജനറൽ, ഓൾ ടു പാർട്സ്, നിയർ ടു ഫാർ, ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ്, എംപിരിക്കൽ ടു റാഷണൽ. ഓർത്ത് വയ്ക്കേണ്ടത് വാട്ട് ഈസ് മാക്സിം. മാക്സിം എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. കുറേ അധികം മാക്സിം പഠിച്ചിട്ടുണ്ട്. ചോദ്യം, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇസ് എ ജേർണി ഫ്രം all these 3, concrete to abstract, simple to complex and known to unknown. And the second one is communicative language teaching replaced basically dash. Options are natural language processing, structural teaching, situational language teaching and motivational teaching. And the answer is structural teaching. Communication language teaching replaced basically structural teaching. ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്താണ്? ദ വേർഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് മീനിങ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസിൻ്റെയും ആ വാക്കിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ട്രഡീഷണൽ മെത്തേഡ് ഗോസ് അഗെയിൻസ്റ്റ് ദ. ഓപ്ഷൻസ് ആർ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, സിമുലേഷൻ, പെഡഗോജിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ജനറലൈസേഷൻ. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുകയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഓറിയൻറ്റഡ്. സിമുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇമിറ്റേഷൻ ഓഫ് എ സിറ്റുവേഷൻ ഓർ പ്രോസസ്. പെഡഗോജിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഫോക്കസ്ഡ് ഓൺ ടീച്ചിങ് ലേണിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് മെത്തേഡ്സ്. ജനറലൈസേഷൻ, ദ വേർഡ് ഇറ്റ് സെൽഫ് ഷോസ് ജനറലൈസേഷൻ. ഓക്കെ, ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് പെഡഗോജിക് പ്രിൻസിപ്പിൾസ് ആണ്. ഫോക്കസ്ഡ് ഓൺ ടീച്ചിങ് ലേണിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് മെത്തേഡ്സ് ആയിട്ടുള്ള പെഡഗോജിക് പ്രിൻസിപ്പിൾസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ് മീൻസ്. ഓപ്ഷൻസ് ആർ to collect all kinds of ideas on a topic, to do some mental exercise, to make efforts to understand something, to give some kind of stimulus to the brain. നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ്? ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഫാദർ എന്ന് പറയുകയാണെങ്കിൽ അലക്സ് ഓസ്ബോൺ ആണ്. ആരാണ്? ഫാദർ ഓഫ് ബ്രെയിൻ സ്റ്റോമിങ് ഈസ് അലക്സ് ഓസ്ബോൺ, ഒറിജിനലി കോൾഡ് തിങ്കം. ഓക്കെ, ആൻഡ് ഹിയർ ഗോസ് ദ ആൻസർ. ഓപ്ഷൻ എ, to collect all kinds of ideas on a topic. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ ഐസ് ബ്രേക്കിംഗ് സെഷൻ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അവിടെ ഐഡിയാസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഐഡിയാസ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്റ്റീവ് ആൻഡ് ഡൈനാമിക് ബിക്കോസ് ഓഫ് ദ. ഓപ്ഷൻസ് ആർ ഫീഡ്ബാക്ക് സിസ്റ്റം, റിസീവർ, ഇൻ്റർപ്രറ്റർ ആൻഡ് സെൻറ്റർ. ആൻഡ് ദ ആൻസർ ഈസ് ഫീഡ്ബാക്ക് സിസ്റ്റം. എപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? വി വാണ്ട് എ ഫീഡ്ബാക്ക് സിസ്റ്റം. മോണിറ്റർ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, SMCR കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് SMCR? സെൻഡർ, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ ആണ് SMCR എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ആക്റ്റീവ് ആൻഡ് ഡൈനാമിക് ബിക്കോസ് ഓഫ് ദി ഫീഡ്ബാക്ക് സിസ്റ്റം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ തിരിച്ചുത്തരം പറയുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ ഫുള്ളാവുള്ളൂ, പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സ്പീച്ച് ഇമ്പയർമെൻറ്റ്. Options are anhedonia, dysmorphia, apraxia, dysthymia. And the answer is apraxia. നമ്മൾ ഓൾറെഡി ലേണിംഗ് ഡിസോർഡേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ ആൻഡ് ഡിസ്ഗ്രാഫിയ. ഇതുകൂടാതെ കുറച്ചധികം ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. പിന്നെ സ്പീച്ച് എംപയർമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്രാക്സിയ ആൻഡ് വെർബൽ ഡിസ്പ്രാക്സിയ. ബോത്ത് കണ്ടീഷൻസ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ ദ ബ്രെയിൻ ടു പ്ലാൻ ദ മൂവ്മെൻറ്റ്സ് നീഡഡ് ടു മേക്ക് സ്പീച്ച് സൗണ്ട്സ്. ഓക്കെ, അപ്രാക്സിയ ആൻഡ് വെർബൽ ഡിസ്പ്രാക്സിയ. ഡിസാർത്രയും കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
Dysarthria occurs when the muscles you use for speech are weak or you have difficulty controlling them. സ്പീച്ച് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് ഡിസാർത്രിയ. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ലേണിംഗ് ഡിസോർഡേഴ്സ് ഓർത്ത് വയ്ക്കുക. ദെൻ സ്പീച്ച് ഇമ്പയർമെൻറ്റ്സ് ആയിട്ടുള്ള അപ്രാക്സിയ ആൻഡ് വെർബൽ ഡിസ്പ്രാക്സിയ. ആൻഡ് ഫൈനലി സ്പീച്ച് സ്ലോ ഡൗൺ ചെയ്യുന്ന ഡിസാർത്രിയ. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് students work in groups to make 5 questions about vocabulary from the previous unit. Then they exchange questions with another group and try to answer the questions. Options are grammar translation, total physical response, reading approach, and finally communicative language teaching. Grammar translation പറയുകയാണെങ്കിൽ ഓൾഡസ്റ്റ് മെത്തഡാണ്. ബോത്ത് മലയാളം ലൈക്ക് മദർ ടങ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് വരുന്നത് നാച്ചുറൽ അപ്രോച്ചിൻ്റെ കീഴിൽ വരുന്ന ഒരു അപ്രോച്ചാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഓക്കെ, റീഡിങ് അപ്രോച്ച് അറിയാമല്ലോ, ആ വാക്ക് തന്നെയുണ്ട്. നമ്മൾ കുറച്ച് അപ്രോച്ചസ് പഠിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഓറൽ അപ്രോച്ച്, ദെൻ നാച്ചുറൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, റീഡിങ് അപ്രോച്ച്. അപ്പോൾ അതിലൊന്നാണ് റീഡിങ് അപ്രോച്ച്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഇറ്റ് സെൽഫ്, ആ വാക്കിൽ തന്നെയുണ്ട് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, SMCR വേണമെങ്കിൽ വീണ്ടും പറയാം. അപ്പോൾ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ കോർഡിനേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ആക്ഷൻ ആണ് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡിൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ജെ ആഷർ ആൻഡ് ദ ആൻസർ ഈസ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദ കോർഡിനേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ആക്ഷൻ ഓർത്ത് വയ്ക്കുക. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ജെ ആഷർ. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് any of a wide variety of exercises, activities or devices used in the language classroom for realizing lesson objectives. Options are method, technique, syllabus and approach. And the answer is technique. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ അറിയണം? മെത്തേഡ് എന്താണെന്ന് അറിയണം. മെത്തേഡ് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഓവറോൾ പ്ലാൻ ഫോർ ദ സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ. ഓവറോൾ ഓർത്ത് വയ്ക്കുക, ഓവറോൾ പ്ലാൻ. ടെക്നിക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് ടെക്നിക്ക്. ദെൻ സിലബസ് പറയുകയാണെങ്കിൽ ദ സബ്ജക്ട്സ് ഇൻ എ കോഴ്സ് ഓഫ് സ്റ്റഡി. ദെൻ അപ്രോച്ച് എന്താ വരിക? അപ്രോച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ടെൽസ് അസ് വാട്ട് ടു ടീച്ച്, എന്താ പഠിപ്പിക്കേണ്ട കാര്യമാണ് അപ്രോച്ചിൽ പറയുന്നത്. സോ വി സ്റ്റഡിഡ് മെത്തേഡ്, അപ്രോച്ച്, സിലബസ് ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ടെക്നിക്. Any of a wide variety of exercises, activities or devices used in the language classroom for realizing lesson objectives. And the ninth one is the teacher tells students on the Spanish meaning for a set of words in their mother tongue. Options are direct method, oral approach, audiolingual and grammar translation. And the answer is grammar translation. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് വളരെ ഓൾഡസ്റ്റ് മെത്തേഡ് എന്ന് കണക്കാക്കുന്നത്, ഓർത്ത് വയ്ക്കുക. ദെൻ ഓറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഓറൽ ആസ്പെക്ട്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഓഡിയോ ലിങ്ക് എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ടീച്ചിങ് വിച്ച് എംഫസൈസസ് ദ ടീച്ചിങ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഓഡിയോ ലിങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ലിസണിങ്ങിനും സ്പീക്കിങ്ങിനായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ പറയുമ്പോൾ ബോത്ത് ഫോറിൻ ആൻഡ് മദർ ടങ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ആ സ്പാനിഷ് മദർ ടങ്ങിൽ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. രണ്ടും വരുന്നുണ്ട്, ബോത്ത് മദർ ടങ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, സോളോ സ്റ്റാൻഡ്സ് ഫോർ. അക്രോണിം ആയിട്ടുള്ള സോളോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ സിസ്റ്റം ഓഫ് ദി ഒബ്സർവ്ഡ് ലേണിംഗ് ഔട്ട്കം, സ്ട്രക്ചർ ഓഫ് ദി ഒബ്സർവ്ഡ് ലേണിംഗ് ഔട്ട്കം, ദെൻ ഫൈനലി സിസ്റ്റം ഓഫ് ദി ഒബ്സർവ്ഡ് ലേണിംഗ് ഔട്ട്കം or output. And the answer is സ്ട്രക്ചർ ഓഫ് ദി ഒബ്സർവ്ഡ് ലേണിംഗ് ഔട്ട്കം ആണ് സോളോയുടെ ഫുൾ ഫോം. അക്രോണിം സോളോയുടെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി ഒബ്സർവ്ഡ് ലേണിംഗ് ഔട്ട്കം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറാണ്. എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്? 10 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്നത് പരീക്ഷയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ